ഇന്നത്തെ ഉച്ചയൂണിന് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഉണക്കമത്തി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കറി വെക്കാമെന്ന് വിചാരിച്ചു. തേങ്ങയൊക്കെ അരച്ച ഒരു കറിയാണ് കേട്ടോ. ഞാൻ യൂട്യൂബ് നോക്കി വെച്ചതാണ്. ഇതിന് മുന്നേ ഈ കറി വെച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, ഒരു ഓർമ്മയുണ്ട്. ഈ ഉണക്കമത്തി നന്നാക്കാൻ കുറച്ച് പാടൊക്കെ തന്നെയാണ് കേട്ടോ. അതിൻ്റെ ചെതമ്പൽ എന്നല്ലേ പറയുക, അതൊക്കെ നല്ലോണം കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. അതൊക്കെ ചെയ്ത് കറി വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല വെള്ളം പോലെ ആയി, കൊള്ളായി പോയി എന്നാണ് വിചാരിച്ചത് കേട്ടോ. പക്ഷെ അത് കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ ചൂടാറി വരില്ലേ, അപ്പം അത് കുറച്ച് ടൈറ്റായ പോലെ തോന്നിയിട്ട് കുറുകി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീൻ കറി റെഡി ആയിട്ടുണ്ട്. മീൻ കറിയുടെ കൂടെ നമുക്ക് എന്തെങ്കിലും തോരൻ വേണ്ടേ, അപ്പോൾ ബീട്രൂട്ട് വെച്ചു കേട്ടോ. ഇവിടെ ബീട്രൂട്ട് ഒരാൾക്കൊഴികെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. നൈനൂന് മാത്രം ബീട്രൂട്ട് ഇഷ്ടം. നല്ലത് നായ്ക്ക് ചേരില്ല എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? എൻ്റെ അമ്മ പണ്ട് പറയായിരുന്നു, ഞങ്ങളിങ്ങനെ കഴിക്കാതിരിക്കുമ്പോൾ നല്ലത് നായ്ക്ക് ചേരില്ല എന്ന് പറയും. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ എൻ്റെ മക്കളോട് തന്നെ കേട്ടോ പറയണത്. അതൊക്കെ ഒരു കാലം. അത് നമ്മൾ തിരിച്ച് നമ്മുടെ മക്കളോടും പറയുമ്പോഴേ നമുക്ക് പഴയതൊക്കെ ഇങ്ങനെ ഓർമ്മ വരും. അതൊക്കെ കഴിഞ്ഞ് നൈക്കുട്ടീനെ വിളിക്കാൻ പോയിട്ടോ. വിളിച്ച് കഴിഞ്ഞ് നൈനും ഒരു ഉച്ചയാകുമ്പോൾ വരും. അവൾക്ക് 1:30 വരെ ക്ലാസ്സുകളും. എന്നിട്ട് അവരെ ഹോംവർക്കൊക്കെ ഒന്ന് ചെയ്യാൻ ഇരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ അപ്പച്ചട്ടി ഓർഡർ ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ നാളെ ഞാൻ വിചാരിച്ചു അപ്പം തന്നെ ഉണ്ടാക്കാമെന്ന്. അതിന് വേണ്ടിയിട്ട് ഞാൻ അരി കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വേഗം പോയി അരിയൊക്കെ അരച്ചു. പിന്നെ ഞാൻ കുറേ നാളായി വിചാരിക്കുന്നു ഈ ഉണ്ണിയപ്പം ഒന്ന് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഉണ്ണിയപ്പത്തിനുള്ള മാവൊക്കെ ഒന്ന് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ പാളയംകോടൻ പഴം വേറെ പഴമൊന്നും കിട്ടാത്തതുകൊണ്ട് നമുക്ക് റോബസ്റ്റ് പഴം വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മൾ അരച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നാളെ എങ്ങനെയായി റെഡിയായി വരുമോയെന്നൊന്നും അറിയില്ല, അപ്പോൾ റെഡിയാവുമെന്നൊന്നും അറിയില്ല. എന്തായാലും നാളെ കണ്ടറിയാം.